സദ്യയിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ 2 റെസിപ്പികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ലോഗ്. മധുരപ്പച്ചടി തയ്യാറാക്കി എടുക്കാനായിട്ട് മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടിയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളത്തിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. പൈനാപ്പിൾ വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് തരിതരിപ്പായിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതവിടെ പൈനാപ്പിൾ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പകുതി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള പൈനാപ്പിളിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ശർക്കരയിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായിട്ട് വരണം. ശർക്കരയൊക്കെ നന്നായിട്ട് പഴത്തിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടണം. ശർക്കരയിൽ കിടന്നിട്ട് പഴം ഒന്ന് കുറുകി വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പൈനാപ്പിൾ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തേങ്ങയും ജീരകവും ചേർത്ത് അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷമാണ് ഞാനിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയം കൊണ്ട് ഞാനിവിടെ വെള്ളരിക്ക വെച്ചിട്ട് ഒരു പച്ചടി കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വെള്ളരിക്ക പച്ചടി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് വെള്ളരിക്ക നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ മൺചട്ടിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് വെള്ളരിക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ വെള്ളരിക്ക നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും പച്ചമുളകും ജീരകവും കടുകും ചേർത്ത് അരച്ചെടുത്തതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊരു തിള വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ കൂട്ടൊക്കെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
നല്ല രുചികരമായിട്ടുള്ള മധുരപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള താളിപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ താളിപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുക് നന്നായിട്ട് തന്നെ പൊട്ടി വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന 2 കറികളിലേക്കും ഈ താളിപ്പ് ചേർത്ത് കൊടുക്കാം. ഇന്നത്തെ 2 റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.